നമസ്കാരം. കർമ്മണ്യേ വാധികാരസ്തേ മാ ഫലേഷു കഥാചന. ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രശസ്തമായ ശ്ലോകങ്ങളിലൊന്നാണിത്. പ്രവർത്തിക്കാൻ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ, എന്നാൽ അവയുടെ ഫലത്തെക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാൻ നിനക്ക് അവകാശമില്ല. നീ ഒരിക്കലും കർമ്മഫലങ്ങൾക്ക് കാരണക്കാരനാകരുത്. അതേസമയം കർമ്മം ചെയ്യാതിരിക്കുന്നതിൽ നിനക്ക് ആസക്തി ഉണ്ടാകാനും പാടില്ല. ചുരുക്കത്തിൽ ഫലത്തെക്കുറിച്ച് ആകുലപ്പെടാതെ തൻ്റെ കടമകൾ പൂർണ്ണമായും ആത്മാർത്ഥതയോടെ ചെയ്യുക എന്നതാണ് ഈ വരികളുടെ സാരോപദേശം. എന്നാൽ പിണറായി വിജയൻ എല്ലിൻ കഷ്ണം ചേർത്ത് ഉരുട്ടിയെറിഞ്ഞ എച്ചിൽ ചോറുണ്ടവന്മാരൊക്കെ ഫലമിച്ഛിക്കാതെ ആയിരുന്നില്ല കർമ്മങ്ങൾ ചെയ്തതെല്ലാം. ഭഗവത്ഗീതയിൽ പറയുന്നതിനൊക്കെ എതിരായിരുന്നു വിജയൻ്റെ ഗീതയിലെ പ്രമാണങ്ങളെല്ലാം. ഒരു ഭരണാധികാരി എന്ത് കുൽസിത പ്രവൃത്തികൾക്ക് ആജ്ഞാപിച്ചാലും അത് മുറതെറ്റാതെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പോലീസ് അധികാരിയായിരുന്നു ADGP അജിത് കുമാർ. പിണറായി വിജയൻ്റെ കാലത്ത് ഈ മനുഷ്യൻ ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങൾ ചില്ലറയൊന്നുമല്ല. മറ്റൊരാൾ PS പ്രശാന്ത് എന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ടവനായിരുന്ന PS പ്രശാന്ത് ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തോടെ പാർട്ടിയോട് പിണങ്ങി പിണറായി വിജയൻ്റെ പാതാരബിന്ദങ്ങളിൽ അഭയം തേടുകയായിരുന്നു. തന്നെ തേടി വന്ന ആ മറുകണ്ടക്കാരനെ പിണറായി വിജയൻ പിടിച്ച് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റാക്കി. ഒന്നുമില്ലായ്മയിൽ നിന്നും അനാഥനായി കയറിച്ചെന്ന PS പ്രശാന്ത് പിന്നീട് കോടീശ്വരനാകുന്ന കാഴ്ചയാണ് അന്നാട്ടിലെ കോൺഗ്രസ്സുകാർ പോലും കണ്ടത്. ഇതെന്തൊരത്ഭുതമാണെന്ന് അവരും ചിന്തിച്ചു പോയി. ഇപ്പോഴിതാ സ്വർണ്ണക്കൊള്ളക്കേസിൽ ആ പ്രശാന്തും അകത്തു പോയിരിക്കുന്നു. പിണറായി വിജയൻ്റെ അടിമച്ചോറുണ്ട് കഴിഞ്ഞവന്മാർക്കെല്ലാം വിധിച്ചിരിക്കുന്നത് ജയിൽവാസവും സ്ഥാനനഷ്ടങ്ങളുമാണ്. ഒറ്റ ദിവസം തന്നെ പിണറായി വിജയൻ്റെ 2 ആശ്രിതർക്കുള്ള കൂലിയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് കാലം കാത്തുവെച്ച കാവ്യനീതി തന്നെയാണ്. ADGP ആയിരിക്കുമ്പോഴും അജിത് കുമാർ DGPയുടെ ജോലിയാണ് ചെയ്തത്. പിണറായി വിജയനെ സൂചിപ്പിക്കാൻ വേണ്ടി P ശശി ആജ്ഞാപിക്കുന്നത് എന്തും ചെയ്യുന്ന കാക്കിയണിഞ്ഞൊരു വേതാള രൂപനായി അയാൾ മാറി. എന്നെങ്കിലും ഒരിക്കൽ DGP ആയി തനിക്ക് അധികാരമുറപ്പിക്കാൻ കഴിയുമെന്ന വ്യാമോഹം കൊണ്ടാണ് അയാൾ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. എന്തൊക്കെ ആരോപണങ്ങളാണ് ഈ അജിത് കുമാറിനെതിരെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉയർന്നു വന്നത്. ഏതെല്ലാം കേസുകൾ തേച്ചുമായ്ക്കാൻ ഇയാൾ ഇടപെട്ടു. അതിൽ നിന്നെല്ലാം പിണറായി വിജയനും ശശിയും അയാളെ സംരക്ഷിച്ചു നിർത്തി. പിണറായി 3ാം തവണയും ഭരണത്തിലെത്തുമെന്നും അപ്പോൾ DGP ആയിരുന്ന് സകലതിനെയും അടക്കി വാഴാമെന്നും ഇയാൾ മോഹിച്ചു. വ്യാജക്കേസുകൾ എടുക്കുന്നതിനും തനിക്ക് താഴെയുള്ള ആരെയും അടിമകളാക്കി എന്ത് അധികാരപ്രയോഗവും നടത്തുന്നതിനും ഇദ്ദേഹം സമർത്ഥനായിരുന്നു. ഒരു RSS നേതാവിനെ കണ്ടതുമായി ബന്ധപ്പെട്ട ദുരൂഹമായ ആരോപണം അജിത് കുമാറിനെതിരെ ഉയർന്നിരുന്നു. അതിനുത്തരം പറയേണ്ട മുഖ്യമന്ത്രി കമ എന്നൊരക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ല. പിണറായി കേരളം ഭരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ADGP ഒരു RSS നേതാവിനെ എന്തിന് കണ്ടു എന്ന് മറുപടി പറയേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിഗൂഢമായി അവശേഷിക്കുമ്പോഴാണ് തൃശ്ശൂരിൽ പൂരം കലക്കൽ നടന്നത്. ഇന്നും ജനത്തിന് അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. എന്തായിരുന്നു പതിറ്റാണ്ടുകളോളം നടന്നു വന്നിരുന്ന ആ ആചാരത്തിന് നേരെ സംഭവിച്ചത്? ചെറുപൂരങ്ങൾ കടന്നു വരേണ്ട സകല വഴികളും അടച്ചുവെച്ചു. ജനങ്ങളെ അടിച്ചോടിച്ചു. സമയക്രമങ്ങൾ മുഴുവൻ ലംഘിക്കപ്പെട്ടു. ആനയ്ക്ക് ഓലമടലും പട്ടയും കൊടുക്കാൻ ചെന്ന ആനക്കാരെ വരെ അടിച്ചോടിച്ചു. എന്നിട്ട് അവന്മാരത് തിന്നോ. അങ്ങനെ രാത്രിപൂരം പകൽപൂരമായി എരിഞ്ഞടങ്ങി. പിന്നീടുണ്ടായ വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ചില്ലറയൊന്നുമല്ല. തൻ്റെ കൺമുമ്പിലൊരു പൂരം ഇതുപോലെ കലങ്ങിയപ്പോഴും കണ്ണടച്ചുറക്കം നടിച്ച് ഏതോ ഹോട്ടൽ മുറിയിൽ കിടക്കുകയായിരുന്നു ഈ ADGP. മന്ത്രി P രാജൻ പലതവണ ഫോണിൽ വിളിച്ചിട്ടും അദ്ദേഹം ഫോൺ എടുത്തില്ല. പിന്നീട് നടന്ന നാടകീയ സംഭവ വികാസങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. പൂരം കലക്കിയ വിഷയത്തിൽ CPI വലിയ പ്രതിഷേധങ്ങളൊക്കെ നടത്തിയെങ്കിലും ഒരു പൂടയും സംഭവിച്ചില്ല. ADGP ആയിരുന്ന അജിത് കുമാറിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും പിണറായിക്ക് സാധിച്ചില്ല. PV അൻവർ ഏത് പരാതി കൊടുത്താലും മറുനാടൻ ഷാജനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ചെല്ലും. ഒരു മുൻ ജഡ്ജിയും PV അൻവറും PV ശ്രീനിജനും ഒരു വിദേശ വ്യവസായിയും കൂടി ചേർന്ന് ശത്രുനിഗ്രഹത്തിനായി കള്ളക്കേസുകൾ കൊടുപ്പിച്ചു. അവന്മാർ ഇളകിത്തുള്ളിയ ഒരു കാലമായിരുന്നല്ലോ അത്. ഇപ്പോഴാ 5 എണ്ണവും വഴിയാധാരമായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. എല്ലാത്തിനും ഒത്തുനിന്ന ADGPക്കും അതേ ഗതി തന്നെ. ഏറ്റവും മുകളിൽ പിണറായി, അതിനു താഴെ P ശശി, അതിൻ്റെ ചുവടെ ഐവർ സംഘം, അജ്ഞാനുവർത്തിയായി ADGP അജിത് കുമാറും. മറുനാടൻ ഷാജൻസ്കറിയായെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടയ്ക്കുക എന്നതായിരുന്നു അവരുടെ പ്രഥമ കർത്തവ്യം. അവർ മൃഗയാ വിനോദം നടത്തി മറുനാടൻ ചാനലിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തി. ഷാജൻസ്കറിയ ദീർഘകാലം ഒളിവിൽ പോയി. പക്ഷേ നിയമത്തെയും ഭരണഘടനയെയും ബഹുമാനിക്കാൻ അറിയാവുന്ന ഒരു മനുഷ്യൻ
നിയമവിധേയമല്ലാത്ത ഒന്നും ചെയ്യാത്തതിനാൽ അകത്തു പോയില്ല. ആ ക്രൂരതകൾ ചെയ്തവർക്കുള്ള ഫലമെല്ലാം ദൈവം തമ്പുരാൻ തന്നെ കൊടുത്തു. അതിലേതെങ്കിലും ഒരുത്തൻ ഗുണം പിടിച്ച ചരിത്രമുണ്ടോ പിന്നീട്? ഒടുവിൽ ADGP അജിത് കുമാറിനെതിരെ അമ്പൂക്ക തന്നെ പരസ്യ നിലപാടെടുക്കേണ്ടി വന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടെന്ന് പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്, മറുനാടൻ ഷാജൻ സ്കറിയയ്ക്കെതിരെ അൻവർ കുറേ പരാതികൾ തന്നിരുന്നു, അങ്ങനെ അയാൾ പറയുന്ന എല്ലാത്തിനും നടപടിയെടുക്കാൻ പറ്റുമോ എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത്. അതോടെ അൻവർ പിണറായി വിജയനെ തെറി വിളിച്ച് പുറത്തു വന്നു. അതോടെ അയാളുടെ വെട്ടുകിളി സൈബർ സംഘങ്ങൾ ഓരോന്നായി പിരിഞ്ഞുപോയി. ഇപ്പോൾ PV അൻവറിൻ്റെ അവസ്ഥ അറിയാമല്ലോ. ഒടുവിലിതാ ADGP അജിത് കുമാറും സസ്പെൻഷനിൽ ആയിരിക്കുന്നു. പുതിയ സർക്കാരും അങ്ങ് പെട്ടെന്ന് അദ്ദേഹത്തെ കൈവിടാൻ തയ്യാറായില്ല. പക്ഷേ അനിവാര്യമായൊരു പതനം നിഴൽ പോലെ അജിത് കുമാറിൻ്റെ ഒപ്പമുണ്ടായിരുന്നു. നോക്കണേ, അഗ്നിരക്ഷാസേനാ മേധാവി നിധി അഗർവാൾ 31-ന് വിരമിക്കുമ്പോൾ അജിത് കുമാറിന് DGP റാങ്ക് ലഭിക്കേണ്ടതായിരുന്നു. സസ്പെൻഷൻ വന്നതോടെ സ്ഥാനക്കയറ്റം ലഭിക്കില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. സീനിയോറിറ്റിയിൽ 2ാം സ്ഥാനത്തുള്ള ജയിൽ മേധാവി ശ്രീജിത്തിന് പദവി ലഭിക്കാൻ വഴിതെളിഞ്ഞെങ്കിലും സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. പ്രശാന്തിനെ പോലെ തന്നെ അയ്യപ്പൻ്റെ കോപത്തിന് പാത്രമായ ആളാണ് ADGP അജിത് കുമാറും. അതിന് കാരണമുണ്ട്. P. വിജയൻ എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നല്ലോ. അദ്ദേഹം ശബരിമലയുടെ ചുമതലയിലുള്ളപ്പോഴാണ് പുണ്യം പൂങ്കാവനം എന്നൊരു പദ്ധതി നടപ്പിലാക്കിയത്. പൂങ്കാവനം പരിശുദ്ധമാക്കി സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു വലിയ യജ്ഞം തന്നെ അദ്ദേഹം ഏറ്റെടുത്ത് നടപ്പിലാക്കി. അത് അയ്യപ്പന് നന്നേ ഇഷ്ടപ്പെട്ടു. മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ പദ്ധതിയെ പ്രശംസിച്ചു. പുണ്യം പൂങ്കാവനം എല്ലാ ഭക്തജനങ്ങളും ഏറ്റെടുത്തതോടെ ശബരിമല ഒരു പൂങ്കാവനമായി മാറി. P. വിജയന് ധാരാളമായി അഭിനന്ദനങ്ങൾ ലഭിച്ചപ്പോൾ ADGP അജിത് കുമാറിൻ്റെ ഉള്ളിലെ സ്വാർത്ഥന ഉണർന്നു. വിജയനെ പലതരത്തിൽ ദ്രോഹിച്ച് സർവീസിൽ നിന്നും അകറ്റി നിർത്തി. ഇപ്പോഴിതാ വിജയൻ അയ്യപ്പൻ്റെ കൃപയാൽ പുതിയ സർക്കാരിൻ്റെ കാരുണ്യത്തിൽ പുതിയ പദവിയിലെത്തിയിരിക്കുന്നു. അയാളെ ദ്രോഹിക്കാൻ ഇറങ്ങിയവൻ വീട്ടിലിരിക്കുന്നു. അന്ന് PV അൻവർ പറഞ്ഞത് തിരുവനന്തപുരത്ത് കോടികളുടെ വീടാണ് അജിത് കുമാർ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അതിൻ്റെ പാലുകാച്ച് കഴിഞ്ഞുവോ ആവോ? എന്തിനാണ് അനുമതിയില്ലാതെ ട്രാക്ടറിൽ തലയിലൊരു കെട്ടും കെട്ടി വേഷപ്രച്ഛന്നനായി ഈ അജിത് കുമാർ ശബരിമലയിലേക്ക് പോയതെന്ന് ആർക്കെങ്കിലും അറിയാമോ? അതിന് ഹൈക്കോടതി ഇയാളെ ശാസിച്ചിരുന്നു. ഇതുവരെ കേട്ട കഥകളെല്ലാം കൂടി ചേർത്ത് നോക്കിയാൽ ഉഡായിപ്പിൻ്റെ ഉത്തമ പുരുഷ സർവനാമമാണ് ഈ തൊപ്പിക്കാരൻ. ഇപ്പോൾ ഇദ്ദേഹത്തെ രക്ഷിക്കാൻ P. ശശിയില്ല, പിണറായി വിജയനില്ല. പിണറായിക്ക് കരിങ്കൊടി കാണിച്ച കുറ്റത്തിനാണല്ലോ 2 ചെറുപ്പക്കാരെ ഗൺമോന്മാർ പത്തലുകൊണ്ട് തലക്കടിച്ച് തലതല്ലിക്കീറിയത്. ആ കിരാതമായ സംഭവം കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ചു. സംഭവത്തിൽ പ്രതികളായവരെ രക്ഷിക്കാൻ അജിത് കുമാർ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങളാണ് ഇപ്പോൾ സസ്പെൻഷനിൽ കലാശിച്ചിരിക്കുന്നത്. അധികാരത്തിൻ്റെ തിളപ്പിൽ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചയാളാണ് അജിത് കുമാർ. നോക്കൂ, പിണറായി വിജയന് വേണ്ടി നിയമലംഘനങ്ങൾ നടത്തുകയും അധികാര സ്ഥാനത്തിരുന്ന് അഹങ്കരിക്കുകയും ചെയ്തവന്മാരുടെ എല്ലാം പതനം എത്ര പെട്ടെന്നായിരുന്നു. പാടത്തെ പണിക്ക് വരമ്പത്ത് തന്നെ കൂലി കിട്ടി. എത്രയെത്ര ആശ്രിതരെയും അടിമകളെയുമാണ് പിണറായി വിജയൻ ഓരോ ദിവസവും ബലി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ PS പ്രശാന്തിൻ്റെ അവസ്ഥ? പിണറായി വിജയൻ അദ്ദേഹത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായി നിയമിച്ചത് ഒന്നും കാണാതെയായിരുന്നില്ല. അദ്ദേഹം അവിടെ അധികാരത്തിലേറ്റതോടെ ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പത്തിൻ്റെ പ്രഭ മങ്ങിപ്പോയി എന്നാണ്. അത് സ്വർണം കടത്താനുള്ള ഒരു തന്ത്രമായിരുന്നു. ഉടൻ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കള്ളനെ വിളിച്ചു വരുത്തി അത് അഴിച്ചെടുത്ത് ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടു. ഒരു ഹൈക്കോടതി ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിൽ വേണം അവിടുത്തെ സ്വർണവുമായി ബന്ധപ്പെട്ട എല്ലാത്തിൻ്റെയും അറ്റകുറ്റപ്പണികൾ നടത്താനെന്ന് ഉത്തരവുണ്ടായിരുന്നു. എന്നാൽ ഹൈക്കോടതിക്ക് പുല്ലുവില കൊടുത്തുകൊണ്ടാണ് ഇയാൾ തന്നിഷ്ടം പ്രവർത്തിച്ചത്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായിരുന്ന ജില്ലാ ജഡ്ജിയെ പോലും വിവരമറിയിച്ചില്ല. എല്ലാം അഴിച്ചിളക്കി കൊടുത്തുവിട്ട ശേഷം ഒരു മെസ്സേജ് അങ്ങോട്ട് വിട്ടു. ആ പോറ്റി ഭഗവാന്റെ വാതിലും കട്ടളയുമെല്ലാം പൊളിച്ചുകൊണ്ടുപോയി നാടാകെ പ്രദർശിപ്പിച്ച് കാശുണ്ടാക്കി. ഹൈക്കോടതിയെപ്പോലും വെല്ലുവിളിക്കുന്ന തരത്തിലായിരുന്നു പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കെ പ്രവർത്തിച്ചത്. പിണറായിക്ക് മേൽ മറ്റൊരു അധികാരസ്ഥാനം ഇല്ലെന്നായിരുന്നു അയാളുടെ ചിന്ത. ഇപ്പോഴിതാ 10 വർഷം പിണറായി വിജയൻ ഭരിച്ചപ്പോൾ ഉണ്ടായിരുന്ന 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് അകത്തു പോകുന്നത്. അജിത് കുമാറിനെ പറ്റി സ്വപ്ന സുരേഷ് പറഞ്ഞ കഥകളും നമ്മൾ കേട്ടതാണ്. ഇപ്പോഴിതാ തനിക്ക് നേരിട്ട അനുഭവങ്ങളെപ്പറ്റി രാഹുൽ മാങ്കൂട്ടവും പറയുന്നു. അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ നേരിട്ട പീഡനങ്ങളെപ്പറ്റിയും റെയ്ഡിനെ പറ്റിയും മറുനാടൻ ചാനലിൻ്റെ പ്രവർത്തകരും പറയുന്നു. ശബരിമലയിൽ അയ്യപ്പ ഭക്തർക്ക് നേരെ ക്രൂരമായ ലാത്തിചാർജ് നടത്താൻ കാരണക്കാരനും ഈ അജിത് കുമാറാണത്രേ. അധികാരമോഹം ഒരു മനുഷ്യനെ എത്രമാത്രം ഭ്രാന്തനും ദുർവൃത്തനും ദുരാഗ്രഹിയും അടിമയുമാക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ADGP അജിത് കുമാർ എന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. വീണ കണ്ണീരിന് കണക്ക് ചോദിച്ച് അടിയേറ്റവർ ശക്തമായി രംഗത്ത് വന്നതോടെ
അജിത് കുമാറിൻ്റെ പതനം ഉറപ്പായി. തല്ലുമേടിച്ചവനിപ്പോൾ ഒരാൾ MLA ആണ്. തല്ലാൻ നേതൃത്വം കൊടുത്തിറങ്ങിയവൻ തലയും ചൊറിഞ്ഞ് വീട്ടിലിരിക്കുന്നു. ആട്ടെ, ഒന്ന് ചോദിച്ചോട്ടെ, പ്രശാന്തിനോടും അജിത് കുമാറിനോടും, നിങ്ങളുടെ ഹീറോ ഇപ്പോൾ എന്തു ചെയ്യുന്നു? അത് അതിലും വലിയ ബിഗ് ഹീറോയായി വീട്ടിലിരിപ്പുണ്ട്. കർമ്മവ്യാധിക്ക് കഷായമില്ലടൂ.